കിട്ടാതെ പോയ ദുരിതാശ്വാസ നിധിയിൽ വീട് കിട്ടാതെ പോയ വയനാട്ടില് വീട് വെച്ച് കൊടുക്കാനായിട്ടാണ് ഈ സിനിമക്ക് കമ്മിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് സംസാരിച്ചായിരുന്നോ മറ്റേ പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ട്? അതുല് ഒരിക്കൽ ഞാൻ സംസാരിച്ചായിരുന്നു. ഞാൻ ഇന്നലെയും പ്രൊഡ്യൂസറും ഡയറക്ടറായിട്ട് വിളിച്ചു ചോദിച്ചു അവർക്ക് ഈ ദുരിതാശ്വാസ നിധിനെ കുറിച്ചോ വയനാട്ടിലെ സംഭവം അതിന് പൈസ കൊടുക്കുന്നതിനെ കുറിച്ചോ അവരെന്നോട് പറഞ്ഞറിവ് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമായിട്ട് അവർക്കൊരു ബന്ധമില്ല, അവർക്ക് അറിയില്ല. അവരോട് ഈ പുള്ളി കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞ ഈ പുള്ളി വയനാട് ചെയ്യുന്ന ന്യൂസ് അന്ന് ഫേമസ് ആയിരുന്നല്ലോ, പുള്ളി വീട് വെച്ച് കൊടുക്കാൻ. പക്ഷെ അത് ഈ പൈസ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ എവിടെയും പറഞ്ഞിരുന്നില്ല. ഞാൻ ഇന്നലെയും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും വിളിച്ചു നോക്കിയപ്പോൾ അവരെന്നുള്ള കിട്ടിയ അറിവാണ് ഈ പടം അങ്ങനെ ഒരു സംഭവം സംസാരിച്ചില്ല. ഞങ്ങളും അറിയില്ല, ഞാനും അറിഞ്ഞിട്ടില്ല ആ പടം പുള്ളി വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം ചെയ്തത്. ഈ പൈസ കൊണ്ട് ഒരു വീടെങ്കിലും വെച്ച് കൊടുക്കാന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുള്ളി നിങ്ങൾ തന്നെ പറയുന്നു ഒരു ഇനാഗുറേഷൻ ചെയ്ത 4 ലക്ഷം കിട്ടുന്ന ആളാണ്. അതാണ് 20 ദിവസം ഒരു ദിവസം കൊണ്ട് നേടേണ്ട ഒരു 4 ലക്ഷമാണ് ശരിക്കും പറഞ്ഞ 20 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ദിവസങ്ങളുണ്ടല്ലോ, ഈ ആ ഒരു മാസം മാത്രമല്ലോ. അങ്ങനെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ 4 ഇനാഗുറേഷൻ ചെയ്തിട്ട് പുള്ളിക്ക് വീട് വെച്ച് കൊടുത്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ആ റെമ്യൂണറേഷൻ കൊണ്ട് വീട് വെച്ച് നൽകാം, അല്ലെങ്കിൽ അവർ ഈ പ്രൊമോഷൻ എനിക്ക് പൈസ വേണ്ട വീട് വെച്ച് കൊടുത്താൽ മതി എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. പക്ഷെ ഈ പ്രൊഡ്യൂസർ 1.5 കോടിയാണല്ലോ ഈ പടത്തിനായത്. അപ്പൊ പ്രൊഡ്യൂസർ ഭയങ്കര കടക്കണിയിലായപ്പോ അതുകൊണ്ട് അത് പിന്നെ ചോദിച്ചില്ല എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. പ്രൊഡ്യൂസർ പ്രസീജ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, 2-3 പേരുടെ ഗ്രൂപ്പാണ്. അവര് വെൽ സെറ്റിൽഡ് ആണ്. ഓക്കെ, അവർ അത്രയും കടക്കണുള്ള ആൾക്കാരൊന്നുമില്ല.